കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രം ആത്മീയതയുടെയും വാസ്തുശില്പകലയുടെയും അപൂർവ സംഗമസ്ഥാനമാണ്. 5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ പുണ്യകേന്ദ്രം തെക്കുംകൂർ രാജവംശത്തിന്റെ പ്രതാപകാലത്തെയും കേരളീയ ക്ഷേത്രനിർമ്മാണ ശൈലിയുടെ ഉന്നത നിലവാരത്തെയും വിളിച്ചോതുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഈ ക്ഷേത്രം കോട്ടയം നഗരത്തിന്റെ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായാണ് കരുതപ്പെടുന്നത്. നക്കരക്കുന്ന് എന്നറിയപ്പെട്ടിരുന്ന കുന്നിൻ മുകളിൽ ഭഗവാൻ ശിവൻ അതീവ ശാന്തസ്വരൂപനായി കുടികൊള്ളുന്നതിനാലാണ് കോട്ടയം നഗരം ഇത്രത്തോളം അഭിവൃദ്ധി പ്രാപിച്ചതെന്ന വിശ്വാസം ഭക്തമനസ്സുകളിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് തെക്കുംകൂർ രാജവംശത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നതായി കാണാം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് തെക്കുംകൂർ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിലുള്ള ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത്. അക്കാലത്ത് വേണാടിനും കൊച്ചിക്കും മധ്യേ പ്രബലമായിരുന്ന ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു തെക്കുംകൂർ. 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം തെക്കുംകൂർ പിടിച്ചടക്കുന്നതുവരെ ഈ ക്ഷേത്രം രാജകുടുംബത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് തിരുവിതാംകൂർ ഭരണത്തിന് കീഴിലാവുകയും നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിൽ കോട്ടയം ഗ്രൂപ്പിലെ ഒരു പ്രധാന ക്ഷേത്രമായി മാറുകയും ചെയ്തു. ചരിത്രരേഖകൾ പ്രകാരം മാടത്തിങ്കൽ സ്ഥപതിമാർ എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത വിശ്വകർമ്മ കുടുംബമാണ് ക്ഷേത്രത്തിന്റെ വാസ്തുശില്പ ഘടന രൂപകൽപ്പന ചെയ്തതും അതിന്റെ സംരക്ഷണം നിർവഹിച്ചതും. ചോഴ ശൈലിയുടെയും കേരളീയ ശൈലിയുടെയും മനോഹരമായ സമന്വയം ഈ നിർമ്മിതിയിൽ കാണാൻ സാധിക്കും. തിരുനക്കര ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഭക്തിനിർഭരമായ നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തെക്കുംകൂർ രാജാവിന്റെ തൃശൂർ വടക്കുന്നാഥനോടുള്ള ആരാധനാഭക്തിയുമായി ബന്ധപ്പെട്ടതാണ്. തെക്കുംകൂർ രാജവംശത്തിലെ ഒരു രാജാവ് തൃശൂർ വടക്കുന്നാഥന്റെ വലിയ ഭക്തനായിരുന്നു. തന്റെ കൊട്ടാരത്തിനടുത്ത് താളിക്കോട്ട ക്ഷേത്രമെന്ന വലിയ ശിവക്ഷേത്രമുണ്ടായിട്ടും എല്ലാ മാസവും തൃശൂർ വരെ യാത്ര ചെയ്ത് വടക്കുന്നാഥനെ ദർശിക്കാതെ അദ്ദേഹത്തിന് സമാധാനമുണ്ടായിരുന്നില്ല. പ്രായം വർദ്ധിച്ചതോടെ ദൂരയാത്രകൾ രാജാവിന് പ്രയാസകരമായി മാറി. വടക്കുന്നാഥനെ ദർശിക്കാൻ സാധിക്കാത്തതിൽ അതീവ ദുഃഖിതനായ രാജാവിന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും രാജാവിന് എളുപ്പത്തിൽ വരാൻ സാധിക്കുന്ന ഒരിടത്ത് താൻ പ്രത്യക്ഷപ്പെടുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. വൈക്കത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുന്ന വഴി രാജാവ് പെരേപ്പറമ്പ് കുടുംബത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി. പിന്നീട് ആ ബ്രാഹ്മണന്റെ സഹായത്തോടെ നക്കരക്കുന്നിൽ വെച്ച് സ്വയംഭൂവായ ശിവലിംഗം കണ്ടെത്തുകയായിരുന്നു. കാട്ടുപന്നികളും വന്യമൃഗങ്ങളും നിറഞ്ഞ വനപ്രദേശമായിരുന്ന നക്കരക്കുന്ന് ഇന്ന് കോട്ടയം നഗരത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. താൻ കണ്ട സ്വപ്നത്തിലെ സൂചനകൾ പ്രകാരം മുന്നിൽ നന്ദിയും പുറകിൽ വെള്ളച്ചത്തിയുമുള്ള സ്ഥാനത്ത് തന്നെ രാജാവ് ലിംഗപ്രതിഷ്ഠ കണ്ടെത്തുകയായിരുന്നു. പരമ്പരാഗത കേരളീയ വാസ്തുശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ് തിരുനക്കര ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായ ശ്രീകോവിൽ ചതുരാകൃതിയിൽ 2 നിലകളിലായി പണിതിരിക്കുന്നു. ചെമ്പുതകിടുമേഞ്ഞ മേൽക്കൂരയും അതിനു മുകളിലെ സ്വർണ്ണ താഴിക്കക്കുടവും മനോഹരമായ കാഴ്ചയാണ്. ശിവന്റെ അതീവ ശാന്തരൂപത്തിലുള്ള ഭാവമായതിനാൽ ഇവിടെ ദർശനം നടത്തുന്നത് മനസ്സമാധാനത്തിനും അഭിവൃദ്ധിക്കും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുനക്കര ക്ഷേത്രത്തിലെ കൂത്തമ്പലം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൂത്തമ്പലങ്ങളിലൊന്നാണ്. തെക്കുകിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മിതി അതിന്റെ വാസ്തുവിദ്യയ്ക്കും കുത്തുപണികൾക്കും പ്രസിദ്ധമാണ്. ചാക്യാർ കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ ക്ഷേത്രകലകൾ അവതരിപ്പിക്കുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണിത്. തിരുനക്കര തേവർ എന്നറിയപ്പെടുന്ന പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഹൈന്ദവ വിശ്വാസത്തിലെ വിവിധ ദേവതമാർക്കായി ക്ഷേത്ര സമുച്ചയത്തിൽ ഉപക്ഷേത്രങ്ങളുണ്ട്. ഗണപതി പ്രധാന പ്രവേശന കവാടത്തിന് സമീപം വിഘ്നവിനാശകനായ ഗണപതി ഭഗവാന്റെ ചെറിയ പ്രതിഷ്ഠയുണ്ട്. ഭക്തർ ഇവിടെ തൊഴുതാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അയ്യപ്പൻ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് അയ്യപ്പൻ എന്ന അതേ ഭാവത്തിലുള്ള പ്രതിഷ്ഠയുണ്ട്. മണ്ഡലകാലത്ത് ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സുബ്രഹ്മണ്യൻ ബാലസുബ്രഹ്മണ്യ രൂപത്തിൽ കുമാരഭഗവാൻ കുടികൊള്ളുന്നു. ദുർഗ ലക്ഷ്മി സരസ്വതി സങ്കല്പങ്ങളോടുകൂടിയ ശാന്തരൂപത്തിൽ ദേവി വടക്കുഭാഗത്ത് ഭക്തരെ അനുഗ്രഹിക്കുന്നു. വടക്കുന്നാഥൻ തൃശൂർ വടക്കുന്നാഥന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനായി രാജാവ് സ്ഥാപിച്ച പ്രത്യേക ശിവലിംഗ പ്രതിഷ്ഠയാണിത്. നാഗദൈവങ്ങൾ ക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ ആചാരപ്രകാരമുള്ള നാഗപ്രതിഷ്ഠകളും പൂജകളും നടക്കുന്നു.
ഭക്തർ തങ്ങളുടെ അഭീഷ്ടസിദ്ധിക്കായി വിവിധ വഴിപാടുകൾ സമർപ്പിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. ധാര. ഭഗവാന്റെ പ്രീതിക്കായി ശിവലിംഗത്തിന് മുകളിൽ തുടർച്ചയായി ജലം, പാൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുന്ന വഴിപാടാണിത്. മാനസിക സമാധാനത്തിനും രോഗശാന്തിക്കും ഇത് ഉത്തമമായി കരുതപ്പെടുന്നു. ചതുശ്ശതം. തിരുനക്കര ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ഒരു നിവേദ്യമാണിത്. അരിയും ശർക്കരയും ചേർത്തുള്ള വഴിപാട് ഭഗവാന് അതീവ പ്രിയപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിൻവിളക്ക്. പാർവതീദേവിക്ക് പിൻവിളക്ക് കൊളുത്തുന്നത് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ഐശ്വര്യത്തിനും ഉത്തമമാണ്. തിരുനക്കര ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം മീനമാസത്തിലെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന വാർഷിക ഉത്സവമാണ്. ഇത് ഫാൽഗുന ഉത്സവം എന്നും അറിയപ്പെടുന്നു. ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും വിവാഹ ആഘോഷമായാണിത് കണക്കാക്കപ്പെടുന്നത്. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം ആറാട്ടോടെ അവസാനിക്കുന്നു. ഉത്സവകാലത്ത് ദിവസവും വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും നടക്കുന്നു. വൈകുന്നേരങ്ങളിൽ കൂത്തമ്പലത്തിലും ക്ഷേത്ര മൈതാനത്തുമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വേലകളി, മയിലാട്ടം, കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ തിരുനക്കര ഉത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നു. 9ാം ഉത്സവ ദിവസമാണ് പ്രസിദ്ധമായ തിരുനക്കര പകൽപൂരം. തൃശൂർ പൂരത്തിന്റെ അതേ മാതൃകയിൽ കോട്ടയത്തിന്റെ മണ്ണിൽ ആഘോഷിക്കപ്പെടുന്ന പകൽപൂരം തിരുനക്കര ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. 2008 ആരംഭിച്ച ഈ ആചാരം ഇന്ന് കോട്ടയത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്നു. പകൽപൂരം ദിവസം രാവിലെ മുതൽ സമീപത്തുള്ള 11 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ തിരുനക്കര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. നാഗമ്പടം, താളിക്കോട്ട തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് ഇതിൽ പ്രധാനം. ഉച്ചയ്ക്ക് ശേഷം 3:30 പ്രധാന പൂരച്ചടങ്ങുകൾ ആരംഭിക്കുന്നു. 22 പ്രശസ്തരായ ഗജവീരന്മാരാണ് പൂരത്തിനണിനിരക്കുന്നത്. ഇവരെ 2 വിഭാഗമായി തിരിച്ച് ക്ഷേത്ര മൈതാനത്തിന്റെ കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലായി നിർത്തി കുടമാറ്റം നടത്തുന്നു. പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ തുടങ്ങിയ പ്രശസ്ത മേളപ്രമാണികളുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം പൂരപ്രേമികളെ ഹരം കൊള്ളിക്കുന്നു. തിരുനക്കര മഹാദേവ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, മറിച്ച് കോട്ടയത്തിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. കലകളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ ക്ഷേത്രം വലിയ പങ്ക് വഹിക്കുന്നു. വാർഷിക ഉത്സവകാലത്ത് നടക്കുന്ന വ്യവസായ കാർഷിക പ്രദർശനങ്ങൾ പ്രദേശത്തിന്റെ ആർത്ഥിക വികസനത്തിന് സഹായിക്കുന്നു. വിവിധ ജാതി മതസ്ഥർ പൂരത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു ഉദാഹരണമാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജകളും ഉത്സവങ്ങളുമെല്ലാം ഒരു വലിയ ജനസമൂഹത്തെ ഒന്നിപ്പിക്കുന്നു. വരും തലമുറയ്ക്ക് കേരളത്തിന്റെ പാരമ്പര്യവും കലകളും പരിചയപ്പെടുത്തുന്നതിൽ തിരുനക്കര ക്ഷേത്രം ഒരു പാഠപുസ്തകം പോലെ പ്രവർത്തിക്കുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരവും.